ഹലോ, വെൽക്കം ബാക്ക് ടു അനിയമാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊട്ടൻ പുളിഞ്ചാറാണ്. പുളിങ്കറി എന്നും പുളിഞ്ചാറെന്നൊക്കെ പറയും, പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതിനെ പറയാം കൊട്ടൻ പുളിഞ്ചാറെന്നാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. ഈ ഒരു കറി മാത്രം മതി സത്യത്തിൽ ഒരു പ്ലേറ്റ് ചോറുന്നാൻ. പിന്നെ അതുപോലെ തന്നെ വളരെ ഈസിയാണ് ഉണ്ടാക്കാനും. അപ്പം നമുക്ക് ഈ കറി രണ്ട് രീതിയിൽ ഉണ്ടാക്കാം. ഒന്ന് തേങ്ങ അരച്ചും തേങ്ങ അരക്കാണ്ട്. ഞാൻ തേങ്ങ അരക്കാണ്ട് എങ്ങനെയാണ് കൊട്ടൻ പുളിഞ്ചാറ് ഉണ്ടാക്കുക എന്നാണ് കാണിച്ചു തരുന്നത്. നമ്മൾ മൺചട്ടി എടുത്ത് അതിലേക്ക് 10 പച്ചമുളക് നടുവിലൂടെ കീറിയത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് സ്റ്റവിൽ വെച്ച് കൊടുക്കാം. നല്ല പോലെ ഒന്ന് തിളക്കട്ടെ. നല്ല പോലെ തിളക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വലിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി കുതിർത്ത അതിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതും നല്ല പോലെ തിളക്കട്ടെ. സോ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. നല്ല പോലെ തിളക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉണക്ക മീൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മാന്തളാണ് എടുത്തിട്ടുള്ളത്, ഉണക്ക മാന്തള എടുത്തിട്ടുള്ളത്. അത് നല്ല പോലെ തൊലി കളഞ്ഞ് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 8 മാന്തളം എടുത്തിട്ടുണ്ട്. ഇനി ഇതും നല്ല പോലെ ഒന്ന് തിളക്കണം. ഈ മാന്തളൊക്കെ നല്ല പോലെ ഒന്ന് വേവട്ടെ. സോ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. മാന്തലൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസോളം കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് വീണ്ടും അടച്ചു വെക്കാം. ഇത് നല്ല പോലെ ഒന്ന് തിളക്കട്ടെ. നല്ല പോലെ തിളക്കുന്നുണ്ട്. ഇനിയാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റെപ്പ്. നമുക്കിതിലേക്ക് പച്ച വെളിച്ചെണ്ണ തൂവി കൊടുക്കണം. ഈ ഒരു പാട്ട് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, കാരണം ഈ പച്ച വെളിച്ചെണ്ണ ടേസ്റ്റ് നല്ല പോലെ ഹൈലൈറ്റ് ചെയ്യും. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ചൂട് ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു കറി മാത്രം മതി നമുക്കൊരു പ്ലേറ്റ് ചോറിനാണ്. പറയുമ്പോൾ തന്നെ നാവിൽ വെള്ളം വരുന്നു, അത്രയ്ക്ക് ടേസ്റ്റാണ്. പക്ഷെ നമുക്ക് കാണുമ്പോൾ അത്രയും ടേസ്റ്റ് ഉണ്ടോ തോന്നൂല. പക്ഷെ നിങ്ങൾ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.